പിന്നെ ഒരു കാര്യം, എന്നെ കണ്ടിട്ടാണ് ഇവിടെ എല്ലാവരും കസ്റ്റമറെ വരുത്തിക്കുന്നത്. ആ ചിന്നുമോളെ ഹോൾനട്ടാ ഞാൻ എവിടെ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ ഓരോരുത്തർ കോപ്പി എടുത്ത് ഓരോരുത്തർ ലൈവിൽ പറയാൻ തുടങ്ങി. കസ്റ്റമർ പറയുമ്പോൾ ബിജിനെ കണ്ടുപിടിക്കും. ബിജിക്ക് ഇത്ര മാത്രം കസ്റ്റമർ എവിടെ വരുന്നു. അവളുമാർക്ക് പറയുമ്പോൾ ഇവളുമാർ ഇതേപോലെ സംസാരിച്ച് ടോപ്പാക്കും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ബിജിയുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ബിജിയുടെ അടുത്ത് തന്നെ വരും. ബിജിക്ക് അതിനുള്ള മിടുക്കുമുണ്ട്. കസ്റ്റമറെ നന്നായിട്ട് സൂചിപ്പിക്കാനും അറിയാം. ചെയ്യേണ്ട അധികമൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, കുടിക്കുകയും ചെയ്യും. നിങ്ങളായിട്ട് പറ്റുമോ? പെണ്ണുങ്ങൾക്ക് പറ്റുമോ കുടിക്കാൻ? എന്നാൽ ബിജി കുടിക്കുകയും ചെയ്യും. പറ്റുമോ? ഇപ്പം വന്ന ചേട്ടപ്പൊളിക്ക് സീരിയസ്ലി ഓക്കെ. ഞാൻ കുടിക്കൂട്ടോ ഇല്ലെന്നല്ല, ഞാൻ കുടിക്കാറില്ല. അതുകൊണ്ടാണ് എൻ്റെ അവസരം, അതാണ് സൗന്ദര്യം. ഞാൻ കുടിക്കാറുണ്ട്, ഇല്ലെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട കുടിക്കും. നാളെ ഇനി എല്ലാ പെണ്ണുകളും കുടിച്ച് കാണിക്കും. ബിജി കുടിക്കുകയും ചെയ്യും എന്നായിട്ട് ചെയ്യും. ബിജി ചെയ്യുന്ന പോലെ ഒന്ന് ബിജിക്ക് അതിൻ്റെതായ കുറ്റടിച്ചുകളൊക്കെ ഉണ്ട്. പബ്ലിക്ക് പുറത്ത് ഒരുപാട് രഹസ്യമുണ്ട് കസ്റ്റമർ ചെയ്യുന്നത്. അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പേഴ്സണലി ഇന്ന് മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു തരും. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ലേഡീസ് അത് കണ്ടുപിടിച്ച് കോപ്പി അടിച്ച് ലൈവിൽ പറയാൻ തുടങ്ങി. അതുകൊണ്ട് എന്തിനാ മക്കളെ, ഞാൻ ആർക്കും കൊടുക്കണില്ല, എനിക്ക് വേണം. ഇൻ കേസ് പുതിയൊരു ബോയ് ഫ്രണ്ട് എന്ന് വെക്കാലോ, പുതിയ ബോയ് ഫ്രണ്ട് ഒന്ന് ഞാൻ വെച്ച് നോക്കണല്ലോ. റെയിനും മല്ലേ പോലീസ് മൻസൂറാണ് ഇപ്പൊ മൈരി ഇറങ്ങി. ബിജേച്ചി മുന്നിൽ 2 മുല. ഷെർണു അയച്ചു കൊടുത്തു. ഞാൻ മതിയോ? ഖത്തറിലാണ്. എനിക്ക് വേണ്ട. ദുബായിലുള്ളവർക്കോ? എനിക്ക് നേരിട്ട് ചെയ്യണം. ഫോണിൽ കൂടെ ചെയ്യാൻ ഇഷ്ടമല്ല. ഡയറക്റ്റ് നിന്നെ കിടത്തിയിട്ട് ചെയ്യണം. കിടത്തിയിട്ട് നിന്നെ അതെന്താ ഖത്തറിൽ വാ, നീ നേരിട്ട് ബീച്ചേച്ചി എടുത്തു വാ. എന്നിട്ട് തന്നെ പതുക്കെ കിടക്ക്. എന്നിട്ട് ബീച്ചേച്ചി ഇങ്ങനെ നടക്കും. എന്നിട്ട് എന്തായിരിക്കും അത്? എന്തായിരിക്കും പ്ലീസ് ടെൽ മീ. എന്തായിരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ടാവുക? എടാ നീ ഇവിടെ വാ, എന്നിട്ട് നിൽക്കടാ. എന്തായിരിക്കും? വൈ വാട്ട് ടു മീ? എന്തായിരിക്കും കളി? നിന്റെ അണ്ടി അതൊന്നുമല്ല. പിന്നെ അടിക്കും. ഈ കളിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. എടോ ഞാൻ എന്തായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക? നീ കേടാ. എന്തായിരിക്കും? തിങ്ക എന്തായിരിക്കും? ഹലോ, എന്തായിരിക്കും? ഒത്തിരി ഷേക്ക് ആഞ്ഞു ചേച്ചി അല്ല. ഞാനിപ്പോ ഈ കാണിച്ചത് എന്തായിരിക്കും ഞാൻ ചെയ്യാ? ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. കിണ്ടണ്ടിയോ? അതെന്തണ്ടി? ആഹാ, ഞാൻ എന്തായിരിക്കും കാണിച്ചിട്ടുണ്ടാവും? വാവോ, എവിടുന്ന ഈ ഗ്ലാസ്? ഞാൻ ഇതില്ല തേങ്ങ പൊതിക്കുന്ന അല്ല. അതായത് നീ ഇപ്പൊ കിടന്നു, ഞാൻ അടുത്ത് വന്നു, എന്നിട്ട് എന്തായിരിക്കും പറയോ? എന്തായിരിക്കും? നോ, പറയാൻ അറിയില്ല. അതൊക്കെ ചെയ്യും. എന്തായിരിക്കും?
ഓടക്കുഴൽ ഓടക്കുഴൽ വിളി വിട്ട് കേട്ടോ അപ്പൊ മയില് അതൊന്നുമില്ല. ഞാൻ എന്തായിരിക്കും? ഐഷേ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ. വെള്ളം വരും അപ്പോൾ അല്ല. ചേച്ചി തന്നെ പറ. ഇല്ല, എനിക്ക് സാൻഡ്വിച്ച് കഴിക്കുന്നു തോന്നുന്നു. അപ്പൊ മയിലേ എന്തായാലും കെട്ടുവിന് ചെയ്ത് കൊടുത്തിട്ടില്ല, പിന്നെ നിന്നെ അണ്ടി ചെയ്ത് തന്നെ ചെല്ലടിച്ചു ഓടിക്കും. എടാ ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല, അതൊക്കെ മേലേ. ചെയ്യാതെ ഇരിക്കൂല, ചെയ്യും. ബോയ് ഫ്രണ്ടിനെ മാത്രം. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഇല്ല, ഭർത്താവോ ബോയ് ഫ്രണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും. അതല്ല അത്രയും നല്ല ഡീസൻറ്റ് ക്ലീനിങ് വൃത്തിയാണെങ്കിൽ ചെയ്യും. നല്ല മുട്ടയാണെങ്കിൽ ചെയ്യും, ചീഞ്ഞ മുട്ടയാണെങ്കിൽ ചെയ്യില്ല. ചെയ്യൂല എന്ന് പറഞ്ഞ് തെറ്റായി പോകും, ഞാൻ കള്ളിയായി മാറും. ചെയ്യും. എന്നാ ഞാൻ മതിയോ? ഉണ്ടോ പറ. മേഡ ലൊക്കേഷൻ മലയാളി മാത്രം. നല്ല സോളി. എൻ്റെ ഭർത്താവ് എന്തുകൊണ്ടെന്ന് അറിയാൻ വിട്ടു പോകത്തത്, ഞാൻ അവനങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ തരാം. നമ്മുടെ ഭർത്താവ് നമ്മളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നറിയോ? ഞാൻ അവനെ അതേപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ട് നമ്മളെ വിട്ടു പോകാത്തത് കൊണ്ടാണ് ഞാൻ അതേപോലെ അവനെ ട്രീറ്റ് ചെയ്തതാണ്. വിജിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളും എന്നെ വിട്ടു പോവില്ല. കാരണം മീൻസ് അത് എൻ്റെ പ്രൈവറ്റ് മാറ്റർ, എനിക്ക് അതിൻ്റെ പ്രൈവസി, അതിൻ്റെ പേഴ്സൺ, അത് വരുന്നവന് മാത്രം അനുഭവിക്കുന്ന സുഖം. അല്ലാത്തൊക്കെ ലവി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കേണ്ട ആവശ്യം നിങ്ങളുടെ ഭാര്യമാർ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അനക്ക് ഉമ്മ വേണ്ട. ശ്രീലങ്ക നോട്ട് ഗുഡ്. അയ്യോ വേണ്ട കേട്ടോ, അപ്പൊ ഉച്ച വിശക്കുന്നുടോ. സൂചിപ്പിക്കും, അതാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കും. അത് രണ്ടെണ്ണം അടിച്ചാൽ പിന്നെ പറയാൻ വേണ്ട. രണ്ടെണ്ണം അടിച്ചാൽ വീഡിയോ കോൾ ചെയ്യും, രണ്ടെണ്ണം അടിച്ചാൽ എൻ്റെ ഫ്രണ്ട്സുകളെ വീഡിയോ കോൾ ചെയ്യും, സൂചിക്കും എന്ന് ഞാൻ പറയണില്ല കേട്ടോ. അവരോട് ഇല്ലേ, കസ്റ്റമർ എടുക്കും, ഫുഡ് ഓർഡർ ആക്കും. ഫിറ്റായോ? നല്ല ഫിറ്റായി. ചേച്ചി എന്ത് ഞാൻ ഉണ്ടാക്കി വരെ ഇത്ര ഇതൊന്ന് കണ്ടെത്തി മാറ്റിയില്ല. എന്ന് ഓർഡർ ആക്കാം.